എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന തരംഗമാണ് യുക്തി. എന്നാൽ യുക്തി വിശ്വാസത്തിന് ഒട്ടും എതിരല്ല. യുക്തി വിശ്വാസത്തിനെതിരല്ല. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ മനുഷ്യരുടെയും യുക്തിയിൽ ഒരു ഇൻഹറൻറ്റ് അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് ഉള്ള ഒരു നെഗറ്റിവിറ്റി, അപ്പോൾ അതിങ്ങനെയാണ് ഫ്രീദസ് എത്രാസ്യോ വിശ്വാസവും യുക്തിയും എന്ന പ്രമാണരേഖയിൽ ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതായത് വിശ്വാസവും യുക്തിയും ഒരേ ഉറവിടത്തിൽ നിന്ന് തന്നെ വരുന്നു. എന്നാൽ യുക്തി വിശ്വാസത്താൽ പ്രകാശിക്കപ്പെട്ട് യുക്തിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഉത്ഭവഭാവത്തിൻ്റെ fragility, the reason must be set free from the fragility of the original sin. അതായത് എല്ലാവർക്കും ഫ്രീ വില്ലുണ്ട്, എല്ലാവർക്കും യുക്തിയുണ്ട്. എന്നാൽ ആ യുക്തി സെൻറ്റ് തോമസ് അക്വിനാസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇരട്ട അന്ധകാരത്താൽ കലുഷിതമാണ്. ഇരട്ട അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഉത്ഭവഭാവത്തിൻ്റെ പ്രസരണവും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെ, അതിന് മലയാളത്തിൽ അറിവില്ലായ്മ, ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഇഗ്നറൻസ്. ആ വാക്ക് നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഇച്ചിരി കുറ്റബോധം തോന്നും. ഇഗ്നറൻസ്, ദ ഇഗ്നറൻസ് about God, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുടെയും. അപ്പോൾ ഇത് നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മൾക്കെല്ലാവരിലും ഈ അറിവില്ലായ്മ ഉണ്ട്. ഈ അറിവില്ലായ്മ നമ്മളെല്ലാവരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ അകത്ത് ഇങ്ങനെ ഒരു ഡബിൾ ഡാർക്ക്നെസ്സിൻ്റെ ഒരു ശകലമുണ്ട്. ദൈവവും മനുഷ്യനും തമ്മിൽ അപരിമേയമായ ഒരു അസമത്വത ഉണ്ട്. ശ്രദ്ധിച്ചല്ലോ, ദൈവവും മനുഷ്യനും തമ്മിൽ അപരിമേയമായ ഒരു അസമത്വത ഉണ്ട്. അതുകൊണ്ട് മനുഷ്യന് അവൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിലേക്ക് പോവുക അസാധ്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്? ദൈവം തന്നെ തൻ്റെ ഇനിഷ്യേഷൻ, തൻ്റെ മുൻകൈ എടുക്കൽ കൊണ്ട് മനുഷ്യനിലേക്ക് വന്നിരിക്കുന്നു, മനുഷ്യനായി വന്നിരിക്കുന്നു, അവനെ അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം തന്നെ നമ്മളെ കണ്ടിരിക്കുന്നു. അവന് കടന്നു വരാൻ പറ്റില്ല, അവൻ എൻ്റെ അടുക്കിലേക്ക് വരാൻ പറ്റില്ല. അത്രയും വലിയൊരു അസമത്വത ഉണ്ട്, അസമത്വത. അപ്പോൾ അവിടെ ദൈവം മുൻകൈ എടുക്കുന്നു. ആകാശം ചായിച്ച്, അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ 158 ഖണ്ഡികയിൽ വിശ്വാസം യുക്തിയെ അന്വേഷിക്കുന്നു എന്നതിൻ്റെ ഈ പാരഗ്രാഫിൽ 2 ദിവസമായി നമ്മൾ ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മൂന്നാമത്തെ ഭാഗം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. പഠിച്ചു. ഇനി അതിനുശേഷം പറയുന്ന 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ, അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും, ഇതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു കാര്യം. മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും. 2, പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരം
പരസ്പരവുമുള്ള ബന്ധത്തെക്കുറിച്ചും 3 ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സജീവ ബോധ്യത്തിലേക്ക് ഹൃദയ നേത്രങ്ങളെ തുറക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യാതൊരല്പം എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി വിശദീകരിച്ചാലാണ് അത് നമ്മളിലെ ശരിക്ക് വേര് പാകുക. ഈശോയെ പരിശുദ്ധാത്മാവേ, അതിൻ്റെ അവസാനം പറയുന്നത് ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആഴം ഉപരി വർദ്ധിപ്പിക്കുന്നതിന് പരിശുദ്ധാത്മാവ് തൻ്റെ ദാനങ്ങൾ വർഷിച്ചുകൊണ്ട് വിശ്വാസത്തെ നിരന്തരം പൂർണ്ണമാക്കുന്നു. എന്നിട്ടാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വിശ്വപ്രഖ്യാതമായ ഈ പ്രഖ്യാപനം എന്താണ്? വിശ്വസിക്കാൻ വേണ്ടി ഗ്രഹിക്കുക, ഗ്രഹിക്കാൻ വേണ്ടി വിശ്വസിക്കുക. അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലാണ് ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ടു ബിലീവ്. അപ്പോൾ ഇവിടെ ആ കാര്യങ്ങൾ ഒന്നുകൂടി എടുക്കുകയാണ് കേട്ടോ. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും ഇവിടെയാണ് നമ്മളെ പ്രാക്ടിക്കലായിട്ട് നമുക്കുള്ള ഒരു പ്രശ്നം. നമ്മളൊരു വചനം വായിക്കുന്നു, ആ വചനത്തിനെ മാത്രം നമ്മൾ മനസ്സിൽ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടല്ലെങ്കിൽ ആ വചനത്തിനെ പെട്ടെന്ന് നമ്മൾ അങ്ങ് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതാണ് വളരെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറയാനുള്ള ഒരു വിനീതമായ അപേക്ഷ. നമ്മളൊരു വചനം വായിച്ചാൽ ആ വചനത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ നമ്മൾ വചന വ്യാഖ്യാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ആ അധ്യായം മുഴുവനും എന്ത് ഉദ്ദേശത്തിലാണ് ആ അധ്യായം എന്നുള്ളത് മനസ്സിലാക്കണം. അതാർക്ക് വേണ്ടി എഴുതിയതാണ്, എന്തുദ്ദേശത്തിലാണ് എഴുതിയ ആൾ എഴുതിയിരിക്കുന്നത്. ഒരിക്കൽ അല്പം വിശദീകരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കണം. അപ്പോൾ വരികയാണ്. ഇപ്പോൾ ഒരിക്കൽ ഒരാൾ വന്നു, അദ്ദേഹം ഒരു വചനപ്രഘോഷകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് പറയുകയാണ്, തോമസ് പോൾ ബ്രദറെ, എല്ലാം നശിച്ചു പോയി. അങ്ങനെ പറയല്ലേ, ഇല്ല പോയി ബ്രദറെ. എന്തു പറ്റി? അല്ല, ഞാൻ വീണുപോയി. അപ്പം വീണുപോയെങ്കിൽ കർത്താവ് നടത്തൂലേ? കർത്താവ് അനുദപിച്ച് കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് പിടിച്ചുയർത്തും. ഇല്ല, അത് ഇനി പറ്റില്ല. അതെന്താ? അത് വചനം പറയുന്നുണ്ടല്ലോ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ ആ ഒരു അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കണ്ടോ? ഈ വചനം പിടിച്ചുകൊണ്ട് ഇയാൾ അങ്ങ് ഭയങ്കര നിരാശയിലേക്ക് വീണു. ദൈവത്തിന് നന്ദി, അയാൾ എൻ്റെ അടുത്ത് വന്നു. കണ്ടോ? കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പണി കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, ആ വചനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ആ ബൈബിൾ തുറന്നിട്ട് അതൊന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ അധ്യായത്തിലെ അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. അതിൻ്റെ അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. 9-ാമത്തെ വചനം മുതൽ എഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം.
ഇദ്ദേഹം ഇത് വായിച്ചിട്ട് മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, കണ്ണു തള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് അന്തം വിട്ടു. ഭയങ്കര ഒരു സന്തോഷം കണ്ടു. എവിടെ പോയി ആ നിരാശ? എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു വന്ന ആള് ഇപ്പോ കുതിച്ച് ചാടണം. അതാണ്. അപ്പൊ നമ്മൾ ഒരു വചനോ കേട്ടിട്ട് അതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ദൈവ പദ്ധതിയുടെ ആകത്തുക മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ കർത്താവ് വന്നിരിക്കുന്നത്? നമ്മളെ ആരെയെങ്കിലും തളർത്താനോ നശിപ്പിക്കാനോ ആണോ? ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളായി ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന സ്വീകരിച്ച് വചനം പ്രഘോഷിച്ച് നടന്ന ഒരാളാണ് ഈ വന്ന് പറയണത്. അപ്പം എന്തുകൊണ്ടാണത്? ഈ പറഞ്ഞ ആവിഷ്കൃത ഒന്ന് ദൈവീക പദ്ധതിയെക്കുറിച്ചും മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും, അതാണ് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും പ്രസ്തുത രഹസ്യങ്ങൾക്ക് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചും ആവിഷ്കൃത സത്യങ്ങളുടെ കേന്ദ്രമായ മിശിഹായെക്കുറിച്ചും. അപ്പം ഇതാണ് ഇതിപ്പോൾ ഒരു വചന പ്രഘോഷകനാണ് എന്ന് മനസ്സിലാക്കണം ഈ ഒരവസ്ഥ ഉണ്ടായത്. പക്ഷെ ദൈവം അവനെ കൈവിടില്ല. ദൈവം അവനെ ഇങ്ങനെ ആരിലൂടെയെങ്കിലും നയിക്കും. സമരിയാക്കാരിയുടെ അടുത്തേക്ക് വന്ന ഈശോയാണ്. സമരിയാക്കാരിയുടെ അടുത്തേക്ക് ഈശോ വന്നിട്ട് ആ സമരിയാക്കാരി എന്ന വ്യക്തിയെ, അവളെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പടിപടിയായിട്ട് എങ്ങനെയാണ് ഉയർത്തിയത് കണ്ടോ? അപ്പോൾ അവിടെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഒരു 45 ഡിഗ്രിയിലൊരു ഗ്രാഫ് പോലെ പോവുകയാണ് അവളുടെ ഫോർമേഷൻ. ആദ്യം അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം തരില്ല, കാരണം നീ ഒരു യഹൂദൻ, ഞാനൊരു സമരിയാക്കാരി. യഹൂദരും സമരിയാക്കാരും തമ്മിൽ യാതൊരു സംബന്ധവുമില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് വെള്ളം തരില്ല. ഇപ്പോൾ നോക്കിയേ, ഏത് മനുഷ്യനായാലും നട്ടുച്ചയ്ക്ക് വേർത്ത് കുളിച്ച് വരുന്ന ഒരാളൊരല്പം വെള്ളം ചോദിച്ചിട്ട് ഒരു കിണർ നിറച്ച് വെള്ളമുള്ള, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാളയുമുള്ള അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് വെള്ളം തരില്ല എന്ന് പറയണത് എന്തോര് അടിസ്ഥാനപരമായി എന്തോര് താഴ്ന്ന ഒരവസ്ഥയാണ്. പരസ്നേഹത്തിൻ്റെ കാര്യത്തിലും യുക്തിയുടെ കാര്യത്തിലും മനുഷ്യബന്ധത്തിൻ്റെ കാര്യത്തിലും അത്രയ്ക്ക് താഴ്ന്ന ഒരവസ്ഥ. അതാണ് ദൈവാവിഷ്കരണത്തെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ സുവിശേഷത്തിൻ്റെ ആകത്തുക മനസ്സിലാക്കണം. അതായത് മുഴുവൻ ദൈവിക പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കണം. അവളൊരു ക്രിസ്ത്യാനിയല്ല, അവളൊരു യഹൂദയല്ല. അവളുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും നമ്മൾ ചിന്തിച്ചോളൂ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ സമരിയാക്കാരിയെക്കുറിച്ച് ഞാനൊരിക്കൽ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയായിരുന്നു, അവളൊരു മോശമായ ക്യാരക്ടറുള്ള ഒരു സ്ത്രീ ആയിരുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, ഒരു ഫാദർ എബ്രഹാം, നല്ല താടിയൊക്കെ ഉള്ള ഒരു അച്ഛൻ ആലുവയിൽ, അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ടേ വളരെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, തോമസ് പോൾ ബ്രദറെ, വളരെ പതുക്കെ പറയാണ്, അങ്ങനെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടോ? അവള് ആ ഭാഷ പറഞ്ഞ ആ മോശ സ്വഭാവക്കാരിയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താ എഴുതിയിരിക്കുന്നേ? അവൾക്ക്, എന്നിട്ട് ഞാൻ പറയണേക്ക് മുമ്പ് അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയാണ്, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എഴുതിയിരിക്കണേ. ഓ, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എഴുതിയിരിക്കണേ.
എന്നാൽ ഇപ്പോഴുള്ള അവൻ അവളുടെ ഭർത്താവല്ല. ഞാനതിപ്പോഴും ഓർക്കാണ്. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് റിപ്പൻറ്റ് ചെയ്തു. ഞാൻ ആ സമരിയാക്കാരിയോട് എനിക്ക് വളരെ ബഹുമാനമുള്ളതാണെങ്കിലും ഞാൻ അതിനെ അവതരിപ്പിച്ചപ്പോൾ ആ വാക്ക് ശരിക്കും മനസ്സിലാക്കിയില്ല. അപ്പോൾ ആവിഷ്കരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈശോ അവളുടെ അടുത്തേക്ക് വന്നു. അവിടെ പറയേണ്ടത് ഇതാണ്: അവളുടെ അന്തരാത്മാവിനെ പടി 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 ആയിട്ട് ഈശോ ഉയർത്തുന്ന ഒരു സീനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരു ഗ്രാഫിലുള്ള 2 ആക്സിസുകൾ: ഒന്ന് ഈശോയുടെ സാന്നിധ്യം, 2 ഈശോയുടെ വചനം. ആദ്യം അവൾ പറഞ്ഞു, ഈശോ അങ്ങോട്ട് ചോദിക്കുന്നു, എനിക്ക് കുടിക്കാൻ തരാമോ? അവളുടെ ലെവല് ബിലോ ആവറേജ് ആണ്. അവൾ പറഞ്ഞു, ഞാൻ കുടിക്കാൻ തരില്ല, ഡയറക്റ്റ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈശോ അവളോട് അതനുസരിച്ച് പ്രതികരിക്കുന്നില്ല. കണ്ടോ, ഈശോ അവളോട് അതനുസരിച്ച് പ്രതികരിക്കുന്നില്ല. ഈശോ അവളോട് വലിയ അനുകമ്പയോടും സ്നേഹത്തോടും പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനമെന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. കേട്ടോ, അപ്പോൾ അവള് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ് ഇതാണ്: ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വചനവും അപ്പം തന്നെ അവളുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശം ചൊരിഞ്ഞു. കാരണം ഉടനെ അവൾ പറയുകയാണ്, അടുത്ത് പറയണത്, അവൾ പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം: പ്രഭു. കണ്ടോ, ഈശോ പറഞ്ഞ ഈ വചനം അവളുടെ ആത്മാവിനെ ഉയർത്താൻ തുടങ്ങി. അവളൊന്നും ചെയ്യുന്നില്ല. ഈശോയുടെ സാന്നിധ്യവും ഈശോ പറഞ്ഞ വചനവും. അല്പം മുമ്പ് അവൾ പറഞ്ഞു, നിനക്ക് യഹൂദരും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ അവൾ പറഞ്ഞു, ആ വാക്കാണ് വളരെ പ്രത്യേകം കൊടുക്കേണ്ടത്, പ്രഭു. എനിക്ക് എൻ്റെ ചിന്തയിൽ എന്നെ വളരെയധികം ചിന്തയിൽ സഹായിച്ച ഒരു സ്റ്റെപ്പാണിത്. പ്രഭു. എങ്ങനെ അവൾ ഈ യഹൂദനെ, അവരെ സംബന്ധിച്ച് ആ സമയത്ത് അവൾക്ക് അത്രേ അറിയുള്ളൂ, ഇവനൊരു യഹൂദനാണ്, വെള്ളം ചോദിച്ചു വന്നേക്കണം. അവനെ പ്രഭു എന്ന് പറഞ്ഞ ലോർഡ് എന്ന് ഇവളെങ്ങനെ വിളിച്ചു? എന്തുകൊണ്ട് വിളിച്ചു? അപ്പോൾ ഇവിടെയാണ് ഈ ദൈവാവിഷ്കരണത്തിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അവളിൽ നിന്നല്ല ദൈവാവിഷ്കരണം തുടങ്ങിയത്. ഈശോയുടെ ആ വചനം അവളുടെ നമ്മൾ ആത്മാവിൽ, സന്ധിബന്ധങ്ങളിൽ, മനസ്സിൽ എല്ലാം പ്രവേശിച്ചു. പ്രഭു എന്നുള്ള വാക്ക്. പിന്നെ പറഞ്ഞത്, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴം കൂടിയതും, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? പിന്നെ ഉടനെ അടുത്ത വചനം ഈശോ പറയാണ്, നീ കുടിക്കുന്ന ജലം നീ കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ദാഹിക്കുകയില്ല. അല്ലോ, അപ്പോൾ ഉടനെ അവൾ പറയാണ്, എന്നാൽ ആ ജലം എനിക്ക് തരൂ. കണ്ടോ, അല്പം മുമ്പ് പറഞ്ഞു, ഞാനും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധമില്ല, വെള്ളം തരില്ല, ഞങ്ങൾ തമ്മിൽ വെള്ളം കൈമാറില്ല, യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ അവൾ ഇപ്പോൾ ഉടനെ വന്നിരിക്കുകയാണ്, ആ ജലം എനിക്ക് തരൂ. കണ്ടു, അവളുടെ യുക്തിയിൽ മാറ്റം വന്നോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇതാണ് യുക്തി. അല്പം ആദ്യം അവൾ പറഞ്ഞ യുക്തി, നീ ഒരു യഹൂദനാണ്, ഞാൻ സമരിയാക്കാരിയാണ്, നമ്മൾ തമ്മിൽ വെള്ളം കുടിക്കില്ല, ഞാൻ നിനക്ക് വെള്ളം തരില്ല, തീർത്ത് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളുടെ യുക്തി ചിന്തകരും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ യുക്തിയെ പ്രകാശിപ്പിക്കാൻ പറ്റും. എങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും? നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സമീപനം കൊണ്ടും നമ്മുടെ പരസ്നേഹം കൊണ്ടും നമ്മൾ ഈശോയുടെ വചനത്തിലൂടെ, ഈശോ തന്നെയാകുന്ന വചനം, ഇവിടെയാണ് നമ്മൾക്ക് മാറ്റമുണ്ടാകേണ്ടത്.
ഈശോ പറഞ്ഞ വചനം. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക. കണ്ടോ, അവളുടെ യുക്തി മാറിയോ ഇപ്പോൾ? കണ്ടോ, ഇതാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അവളുടെ യുക്തിയിൽ മാറ്റം വന്നോ? ഈശോ അവിടെ വലിയ പഠിപ്പിക്കലൊന്നും നടത്തിയില്ല. അവര് ആ ജലത്തിൻ്റെ കാര്യം പറയണത്, പക്ഷെ രണ്ട് ധ്രുവത്തിലാണ്. ഈശോ പറയുന്നത് ജീവജലത്തിൻ്റെ കാര്യവും അവള് പറയണത് കിണറ്റിലെ വെള്ളത്തിൻ്റെ കാര്യം. എന്നിരുന്നാലും ഈശോയുടെ വചനം അവളുടെ യുക്തിയെ പ്രകാശിപ്പിക്കുന്നു. അവള് പറയണ, ഞാൻ പിന്നെ ഇനി ഇവിടെ വെള്ളം കോരാൻ വരണ്ടല്ലോ. ഭൗതികമായിട്ടുള്ള ചിന്തയാണ് അവൾ അപ്പോഴും പറയുന്നത്. എങ്കിലും തുടർന്ന് ഈശോ പറയാണ്, തുടർന്ന് ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ഈശോന് ഇവളെക്കുറിച്ച് കംപ്ലീറ്റ് അറിയാമായിരുന്നു. എങ്കിലും ഈശോ അതൊന്നും അവളോട് പറയുന്നില്ല. നീ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഈശോ അവളോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെയാണ് പോയിന്റ്. ആരുണ്ടായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കാം. നിയമപരമായിട്ട് വിവാഹം കഴിച്ച് ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷേ വിവാഹമോചനം നടന്നു, വീണ്ടും ഭർത്താവ്, അങ്ങനെ 5 ഭർത്താക്കന്മാർ. എന്തോ ഒരു സഹനത്തിൻ്റെ ഒരു ജീവിതമായിരുന്നിരിക്കാം അവളിലുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം അവൾ സഹി കെട്ടു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവളൊരു കുറ്റം പറയുന്നില്ല. പക്ഷെ ഇത് കേട്ടപ്പോൾ ഇവൾ അന്തം വിട്ടു. ഇവളുടെ ഒരു സീക്രട്ട് ബയോഗ്രഫിയാണ്. കണ്ടോ, ഞാൻ പറയുന്നതാണ്. ഈശോ ഒറ്റ സെന്റൻസിൽ അവളുടെ ബയോഗ്രഫി പറഞ്ഞു. ഒറ്റ സെന്റൻസിൽ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ 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 ഭർത്താവല്ല. ഒറ്റ സെന്റൻസിൽ അവളുടെ ബയോഗ്രഫി. ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഗ്രാഫ് എന്നർത്ഥം. അപ്പോൾ അവളങ്ങ് ആശ്ചര്യപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അനിമേഷൻ ഫിലിം ഉണ്ട്, നിങ്ങൾ കാണണോ അത്? അവൾ പറയാണ്, ഉടനെ അവൾ ഇത്രയും നേരവും ഈ വെള്ളവും കിണറും പറഞ്ഞുകൊണ്ടിരുന്ന അവളുടെ ആത്മാവിൽ വലിയ ഒരു ഉന്നമനം. അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു യഹൂദൻ വഴിപോക്കൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും അവളുടെ അന്തരാത്മാവ് ഉയർന്നത് കണ്ടോ? ഇവിടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് ചാടണം, ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ. അങ്ങൊരു ഇനി അവളുടെ വർത്തമാനമെല്ലാം ഈ വെള്ളത്തിൻ്റെ കാര്യമെല്ലാം വിട്ടു. ഇനി അവൾ പറയണത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തിയെന്നാൽ യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയണം. ഉണ്ടോ? ഇവിടെയാണ് ഈശോ ഒരു വളരെ സ്ട്രോങ് ഇൻ്റർവെൻഷൻ. ഈശോ വളരെ ശക്തമായ ഒരു വചനം പറയുകയാണ്. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രബോധനം അനുസരിച്ച് ആവിഷ്കൃത സത്യത്തിൻ്റെ കേന്ദ്രമായ മിശിഹായോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കണ്ടോ, ഇപ്പോൾ അവളുടെ ആത്മാവിലേക്ക് ആ മിശിഹായെക്കുറിച്ചുള്ള ബന്ധം വന്നിരിക്കുന്നു. മിശിഹ ക്രിസ്തു വരും എന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. കണ്ടോ, അവളുടെ അന്തരാത്മാവിനെ ആ മിശിഹായെക്കുറിച്ചുള്ള ആവിഷ്കൃത സത്യത്തെക്കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റന്റ് ഫെയ്ത്തിലേക്ക്, ഒരു വളരെ പ്രതീക്ഷയിലേക്ക് അങ്ങ് ഉയർത്തി. ഈ ആളവിടെ തന്നെ നിൽക്കുകയാണ്, ഉയർത്തി. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിന്നോട്
സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. കിണറ്റിൻകരയിൽ നടന്ന അത്യാത്ഭുതം. അവസാനം ആ മിശിഹായെ യഥാർത്ഥമായിട്ട് കണ്ടെത്തി അനുഭവിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവാവിഷ്കരണം അതിൻ്റെ അന്തസത്തയിൽ നമ്മൾ എവിടെ ചെന്നെത്തും? നമ്മൾ ഇന്നലെ പോപ്പ് ബെനഡിക്റ്റിൻ്റെ അതിൽ കണ്ടു ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആ ജ്ഞാനത്തിൻ്റെ വചനത്തിൽ പറഞ്ഞു കണ്ടു, ജ്ഞാനം അത്രയ്ക്ക് വലുതായിട്ട് നമ്മുടെ എന്താണ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഇതിൽ പറഞ്ഞതെന്താ? ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞതെന്താ? ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ഉദ്ധരണിയിൽ ആത്മാവ് ദൈവത്തെ എത്ര തന്നെ അറിഞ്ഞാലും വീണ്ടും ആ അറിവിലേക്ക് ആഴത്തിലിറങ്ങുവാൻ കഴിയും വിധം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിബിഡ സാന്ദ്രത അത്രമാത്രം അഗാധവും വിശാലവുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് നിങ്ങൾ രണ്ടാമത് ഇനി ആ യോഹന്നാൻ്റെ 4-ാം അധ്യായം എടുത്തിട്ട് ഈ രീതിയിൽ സാവധാനം വായിച്ചുകൊണ്ട് പടിപടിയായി ഈശോയുടെ ഓരോ വാക്കുകളും അവളുടെ അന്തരാത്മാവിലേക്ക് അവളുടെ യുക്തി അതിനു മുമ്പ് എന്തായിരുന്നു? ഞാൻ തരില്ല, വെള്ളം തരില്ല. നീ യഹൂദൻ, ഞാൻ സമരിയക്കാരി, വെള്ളം തരില്ല. അത്രയ്ക്ക് താഴ്ന്നു കിടന്ന ആ യുക്തിയെ ഈശോ തൻ്റെ പ്രകാശത്താൽ, വചനത്താൽ, ജ്ഞാനത്താൽ ഉയർത്തി ഈശോ പറയുന്നില്ല ആദ്യം തന്നെ ഞാൻ യേശുക്രിസ്തുവാണ്, ഞാനാണ് മിശിഹായാണ് എന്നെല്ലാം പറയുന്നില്ല. അവളെ സ്നേഹത്തിലും ജ്ഞാനത്തിലും വളർത്തി അവളിൽ നിന്ന് ഇങ്ങോട്ട് പറയാണ്, എനിക്കറിയാം മിശിഹ വരും എന്നെനിക്കറിയാം കേട്ടോ. അവൻ വരുമ്പോൾ എന്നെ എല്ലാം പഠിപ്പിക്കും. അപ്പോഴാണ് പറയണത്, ഞാനാകുന്നു, നിന്നോട് സംസാരിക്കുന്ന അവനാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്കിപ്പോൾ നിർത്താം.